2023 ഏപ്രിൽ 5-ാം തീയതി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ക്രൂരമായ സംഭവം. സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കുന്ന സംഭവങ്ങൾ, CCTV ദൃശ്യങ്ങൾ, അത് 2 വർഷങ്ങൾക്ക് ശേഷം ഇതാ പുറത്തു വരികയാണ്. 2 വർഷവും ഏതാനും മാസങ്ങളും കഴിയുമ്പോൾ പുറത്തു വരുന്നു അതിൻ്റെ കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ. വരുന്നവനും പോകുന്നവനും ഒക്കെ കയറി മർദ്ദിച്ചിട്ട് പോകാനുള്ളതാണോ മനുഷ്യ ശരീരം? ഈ വ്യക്തി മദ്യപിച്ചു എന്ന പേരിലാണ് കള്ളക്കേസെടുത്ത് കള്ള FIR ഇട്ട് ഇയാൾക്കെതിരെ വലിയ തോതിൽ അതിക്രൂരമായിട്ടുള്ള രീതിയിലുള്ള മർദ്ദനമുണ്ടായത്. കർണപടം പൊട്ടി, അതായത് കേൾവി ശക്തി ഇല്ലാത്ത രീതിയിലേക്കാക്കി വലിയ രീതിയിലുള്ള ക്രൂരമർദ്ദനമാണ് അവിടെ നടന്നത് എന്ന് മാത്രമല്ല, ഈ വ്യക്തി നിരന്തരം അവിടെ വലിയ തരത്തിൽ പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. BJPയുടെയും CPIMന്റെയും ഒക്കെ നാണം കെട്ട കഥകൾ പൊളിച്ചെടുക്കാൻ സുജിത്തിനെ പോലൊരു നേതാവ് വലിയ ധീരോദാത്തമായ ശ്രമങ്ങളായിരുന്നു നടത്തിയിരുന്നത് എന്ന് മുൻ വടക്കാഞ്ചേരി MLA ആയിരുന്ന അനിൽ അക്കരെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ 4 പോലീസുകാരും ചേരാവണ്ണം പെൻഷൻ പറ്റി ഇനി കാലം കഴിക്കാമെന്ന് വിചാരിക്കേണ്ട എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഈ 4 നരാധവന്മാരെ മാതൃകാപരമായി ശിക്ഷിച്ചില്ലെങ്കിൽ കോൺഗ്രസ് എന്താണെന്നും ഈ സംസ്ഥാനത്ത് കോൺഗ്രസിന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നും പിണറായിയും പിണറായിയുടെ പോലീസും മനസ്സിലാക്കാനിരിക്കുന്നേ ഉള്ളൂ എന്ന് കൃത്യമായി കണ്ണൂരിന്റെ MPയും മുൻ KPCCയുടെ അധ്യക്ഷനുമായിരുന്ന K. സുധാകരൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, അനിൽ അക്കരെ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകിയൊരു വ്യക്തി എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറയുകയാണ്, വലിയ തോതിലുള്ള അനീതി നടക്കുകയും അവിടെ കൃത്യവിലോപം നടക്കുകയും ചെയ്തു. സുജിത്തിനെ ഉപദ്രവിക്കാൻ അവർ കുറെ നാളായി പതുങ്ങിയിരിക്കുകയായിരുന്നു. അവർക്ക് ഒരു കാരണമുണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പോലീസ് വ്യക്തിപരമായി പകപോക്കുകയായിരുന്നു എന്ന് അത് കൃത്യമായി മനസ്സിലാക്കാൻ കുറെ നാളുകളായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പല രീതിയിലും തെളിവുകൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞിരിക്കുന്ന ഒരു പോസ്റ്റ് നമുക്കറിയാം. സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്ന പോസ്റ്റും ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ പോലീസ് പെരുമാറുന്നത് തുടരും സിനിമയിലെ ജോർജ് സാറിനെ പോലെയാണെങ്കിൽ അതിനെതിരെ കൃത്യമായി അതിന് പണി കൊടുക്കാൻ ബെൻസ് കൊടുത്ത പണി പോലെ, അതായത് തുടരും സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച ബെൻസ് എന്ന കഥാപാത്രം അവസാനം ജോർജ് സാറിനെ കൃത്യമായി കൊല്ലുന്നുണ്ട്. അതുപോലൊരു പ്രതികാരം നടത്താൻ ഞങ്ങൾക്കും അറിയാം എന്നുള്ള രീതിയിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഞങ്ങൾക്ക് ജയിലോ അല്ലെങ്കിൽ മരണമോ ഒന്നും വലിയ ഉത്തരിയുള്ള കാര്യമല്ലെന്നും ഞങ്ങളെ ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ അതിന് മറുപടി എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നും കൃത്യമായി KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.